വളരെയേറെ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. വെറും 4 മിനിറ്റ് മാത്രമുള്ള ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കല്ലേ. 2.25 കിലോ കപ്പയും 2.25 കിലോ എല്ലുള്ള ഇറച്ചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. 1 കിലോ കപ്പയും ഇറച്ചിയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി മതിയാവും. 5 മീഡിയം വലിപ്പമുള്ള സവോള ഇതുപോലെ അരിഞ്ഞെടുക്കുക. 1 കുടോ അല്ലെങ്കിൽ 15 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുക്കുക. 2.5 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞെടുക്കുക. 3 പച്ചമുളക് അരിഞ്ഞെടുക്കുക. ഇത് വലിയ ഹലപ്പീഞ്ഞ പെപ്പർ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി കുറച്ച് സ്പൈസസ് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 15 ഏലക്ക, 15 ഗ്രാമ്പു, 3 തക്കോലം, കുറച്ച് കറുവാപ്പട്ട, ഒരു ജാതിപത്രിയുടെ പകുതി, ഒരു ജാതിക്കായുടെ പകുതി എന്നിവ ചേർക്കുക. തുടർച്ചയായിട്ട് ഇളക്കി പെരിഞ്ജീരകം ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നതും വരെ ഇത് വറുത്തെടുക്കുക. ഈ കളർ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഈ വറുത്ത സ്പൈസസ് ഒക്കെ നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇവിടെ 2.25 കിലോ എല്ലുള്ള ഇറച്ചി 1.5 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് പൊടിച്ചെടുത്ത സ്പൈസസിന്റെ പകുതി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അരമണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. 2.25 കിലോ പച്ചക്കപ്പ 1 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. മാറിനേറ്റ് ചെയ്യാൻ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇറച്ചിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ പകുതി വേവുന്ന വരെ വയ്ക്കുക. ഇടയ്ക്ക് 2-3 പ്രാവശ്യം മൂട് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കപ്പ ഒരു കുഴിവുള്ള പാത്രത്തിലിട്ട് അത് നികന്ന 1 ഇഞ്ച് മുകൾ വരെ വെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു ഫോർക്ക് ഇതിലേക്ക് സ്മൂത്തായി കിടക്കുന്ന പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇറച്ചി കുക്ക് ചെയ്യാൻ വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മൂട് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചി പകുതി വേവാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ചതച്ചെടുത്ത ഇഞ്ചിയുടെ പകുതി, ചതച്ചെടുത്ത വെളുത്തുള്ളിയുടെ പകുതി, അരിഞ്ഞു വെച്ച സവാളയുടെ പകുതി, അരക്കപ്പ് തേങ്ങാക്കൊത്ത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേഗം വെക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂട് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഈ സമയത്ത് കപ്പ കൈകൊണ്ട് ഞെക്കിയാൽ പൊടിയുന്ന പരുവത്തിൽ വെന്തു. ഇനി സ്റ്റൗ ഓഫാക്കി ഇതിൻ്റെ വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞെടുക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. 4 തണ്ട് കറിവേപ്പില ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഉടച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാൻ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നിങ്ങൾക്കിഷ്ടമുള്ള കുക്കിംഗ് ഓയിലോ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ കടുകിടുക. എന്നിട്ട് മൂടി വെച്ച് കടുക് പൊട്ടാൻ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്ന പകുതി സവോള, ചതച്ച ഇഞ്ചി ബാക്കിയിരിക്കുന്നത്, ചതച്ച വെളുത്തുള്ളി ബാക്കിയിരിക്കുന്നത്, അരിഞ്ഞു വെച്ച പച്ചമുളക് എന്നിവ ചേർക്കുക. സവാള വേഗം വഴന്നു വരാൻ 1 നുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു 5-6 മിനിറ്റ് വഴറ്റിയെടുക്കുക. 5-6 മിനിറ്റ് കഴിയുമ്പോൾ 4 തണ്ട് കറിവേപ്പില, അരക്കപ്പ് തേങ്ങാക്കൊത്ത്, 1 കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ചിരകിയ തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഇത് ഇളക്കി മൂപ്പിക്കണം. ചിരകിയ തേങ്ങ വേറെ ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് മൂത്ത് വരാൻ എളുപ്പം. ഞാനെല്ലാം ഒന്നിച്ചിട്ട് മൂപ്പിച്ചെന്നേ ഉള്ളൂ. ഈ സമയം ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. തേങ്ങ ഇതുപോലെ മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ബാക്കിയിരിക്കുന്ന വറുത്ത് പൊടിച്ച സ്പൈസസ് എന്നിവ ചേർക്കുക. എന്നിട്ട് മസാലയൊന്ന് മൂക്കാൻ വേണ്ടി 1 മിനിറ്റ് ഇളക്കുക. ഇനി ഇറച്ചി സ്റ്റൗവിലേക്ക് മാറ്റി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിലേക്ക് സവോളയും തേങ്ങയും സ്പൈസസും മൂപ്പിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഒരു തിള വന്നു കഴിയുമ്പോൾ സ്റ്റൗവിൽ നിന്നും മാറ്റുക. എന്നിട്ട് കപ്പയും ഇറച്ചിയും കൊള്ളാൻ വലിപ്പമുള്ള ഒരു പോട്ട് സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് ഇറച്ചി ഈ പാത്രത്തിലേക്ക് ഇടുക. ഇളക്കി വെച്ച കപ്പയും ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഈവനായിട്ട് മിക്സ് ചെയ്യണം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കുക. ഇനി സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും കമൻറ്റ് ഇടുകയും ചെയ്താൽ നന്നായിരുന്നു. ഈ ചാനലിലുള്ള ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോസ് വെർത്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്